ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികളുടെ പ്രിയങ്കരനായ നടനായിരുന്ന ജയറാം തിരികെ വരുന്നു ഓസ്ലർ എന്ന സിനിമയിലൂടെ. ഈ സിനിമ ഏറെ സന്തോഷമാണ് ജയറാമിന് നൽകുന്നത്. വൻ പ്രതീക്ഷയാണ് ജയറാമിനുള്ളത്. അതായത് മൊത്തം ജയറാമിന് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. തൻ്റെ 2 മക്കളും പ്രണയിച്ചാണ് വിവാഹം കഴിക്കുന്നത്. അവരുടെ വിവാഹ നിശ്ചയവും കഴിഞ്ഞു എന്നാലോചിക്കണം. പലരും ചോദിച്ചു, എന്തിനാണ് 2 മക്കളുടെയും പ്രണയവിവാഹം നിങ്ങൾ അംഗീകരിച്ചത്? അതിന് പാർവതിക്കും ജയറാമിനും പറയാനുണ്ടായിരുന്നു, ഞങ്ങളുടെ ജീവിതം തന്നെയാണത്. പ്രണയത്തിൻ്റെ തീവ്രത, പ്രണയത്തെ എതിർക്കുന്നവരുടെ അനുഭവങ്ങൾ, അവരുന്ന തിക്താനുഭവങ്ങൾ, ഇതിലെല്ലാം അനുഭവിച്ചവരാണ് ഞങ്ങളെന്നാണ് പാർവതിക്കും ജയറാമിനും പറയാനുള്ളത്. ശരിയാണ്. അവരുടെയൊക്കെ പ്രണയത്തിൻ്റെ ആദ്യ നാളുകൾ ദൃക്സാക്ഷിയാകുകയും അത് മാധ്യമങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്തൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് വ്യക്തമായിട്ട് എനിക്ക് കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണത്. അതിൻ്റെ പിന്നാമ്പുറ കഥകളിലേക്കൊന്നും പോകുന്നില്ല. ഒരു കാര്യം സത്യമാണ്, അവരുടെ പ്രണയം സാക്ഷാത്കരിക്കാൻ വേണ്ടി, ഒന്ന് കാണാൻ വേണ്ടി, അടുത്തിരിക്കാൻ വേണ്ടി, ഒന്ന് തൊടാൻ വേണ്ടി, ഹൃദയം തോന്നി സംസാരിക്കാൻ വേണ്ടി അവർക്ക് പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല. അതിന് വില്ലന്മാരും വില്ലത്തികളും അവരുടെ പുറകെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവരെ സംരക്ഷിച്ചത് അവരഭിനയിക്കുന്ന, അവരോട് അടുത്ത് നിൽക്കുന്ന സംവിധായകരായിരുന്നു ആലോചിക്കണം. അപ്പോൾ ഞാനൊരു 1-2 സംവിധായകരുടെ രസകരമായ കാര്യം ആലോചിച്ചു പോവുകയാണ്. വേറൊന്നിനുമല്ല, ഈ പാർവതിയും ജയറാമും പ്രണയമാണ് എന്ന് അറിഞ്ഞ നിമിഷം മുതൽ പാർവതിയുടെ വീട്ടുകാർ വിടാതെ പിന്തുടർന്നു. അവർക്ക് ആ വിവാഹം ഇഷ്ടമായിരുന്നില്ല എന്നുള്ള വേറെ കാര്യം, അത് അവരുടെ കാര്യങ്ങൾ. പക്ഷേ ഇവർ 2 പേരും കാണാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരുമിച്ച് തൊട്ട് അഭിനയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിബന്ധനകൾ വെച്ചിരുന്നു ആലോചിക്കണം. അപ്പോഴൊക്കെ ഇവർ സംവിധായകൻ എന്ത് ചെയ്തു? ഒരു സംവിധായകൻ കാറിൽ ഉള്ളിലുള്ള ഷോട്ടാണ് പ്ലാൻ ചെയ്തത്. കാറ് പോകുന്ന ഷോട്ട്. ആ കാറിൽ 2 പേരെയും കയറ്റുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടം പോലെ സംസാരിച്ചു, എത്ര ദൂരം വേണേ പോവോ, ക്യാമറമാനായിട്ട് തിരിച്ച് വന്നാൽ മതി എന്ന്. അങ്ങനെ 1-2 മണിക്കൂർ പോലും ഇതിനും വേണ്ടി അവരെ സ്വതന്ത്രമായി വിട്ടിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ അവരും ഹാപ്പിയാണെന്ന് ആലോചിക്കണം. ഇതൊക്കെ പിന്നീടാണ് പാർവതിയുടെ ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ അറിഞ്ഞത്. അപ്പോൾ അവർ ദേഷ്യം തോന്നി. പിന്നീട് കല്യാണം കഴിഞ്ഞപ്പോൾ ഇനി എന്തു പോകും? അങ്ങനെ വളരെ അടുത്ത് സ്നേഹിച്ച് കല്യാണം കഴിച്ച 2 മക്കളും പ്രണയവിവാഹത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം, ഈ സന്തോഷത്തോടൊപ്പം തന്നെ ഈ ജയറാമിന് സന്തോഷം പകർന്ന ചില കാര്യങ്ങളുണ്ട്. ചെണ്ട കണ്ടിട്ടില്ലേ നമ്മൾ? ഈ അഭിനയിക്കുന്നതിനിടയിലും പേരെടുക്കാൻ വേണ്ടി മാത്രമല്ല, അങ്ങനെ ചെണ്ട കൊട്ടാൻ പോകുന്നു, അമ്പലങ്ങളിൽ ഉത്സവങ്ങളിലൊക്കെ പോകുന്നു. പിന്നെ ഫാം ഹൗസ്, അതും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതാണ്. ആ ഫാം ഹൗസ് വളരെ സന്തോഷത്തോടെ, ശുചിത്വത്തോടെ നല്ല പരിപാലിച്ചിരുന്നാലോചിക്കണം. അവിടെയാണ് തൻ്റെ 23 പശുക്കൾ ചത്തു വീഴുന്നത് കണ്ടതെന്ന് ആലോചിക്കണം. അങ്ങനെ ദുരന്തങ്ങളും ദുരിതങ്ങളും വേദനകളും ഉണങ്ങാത്ത കണ്ണീരുകളും സമ്മാനിച്ച് വേറെ വേദനിച്ച ജയറാമിന് മറ്റൊരു കണ്ണീര് കൊടുത്ത് ഒരു സംഭവം ഉണ്ടായി. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലെ മാത്യു എന്ന ചെറുപ്പക്കാരൻ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുപ്പക്കാരൻ. അച്ഛനില്ല, അമ്മയും ഒരു സഹോദരനും മാത്രം. വീട് സംരക്ഷിക്കണം, പഠിക്കണം, പഠിച്ച് ഒന്നാമനാകുന്നത് മാത്രമല്ല, താൻ ഇഷ്ടപ്പെടുന്ന ഒരു മൃഗ ഡോക്ടർ ആവണം എന്നാണ് അദ്ദേഹം ചെറുപ്പക്കാരൻ തീരുമാനിച്ചത്. അദ്ദേഹത്തിന് ഉപജീവന മാർഗം അമ്മയെ നോക്കിയിരുന്നത്, ചേട്ടൻ നോക്കിയിരുന്നത്, വീട് പുലർത്തിയിരുന്നത്, ചിട്ടി വെച്ചിരുന്നത്, കടം വീട്ടിയിരുന്നെല്ലാം 10-13 പശുക്കളെ വളർത്തി പാല് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങളുമായിട്ടാണെന്ന് ആലോചിക്കണം. അങ്ങനെ അല്ലലില്ലാതെ, വലിയ കുഴപ്പമില്ലാതെ ആ കുടുംബം പുലർന്നു പോന്നു. പഠിപ്പിൻ്റെ കാര്യത്തിൽ മാത്യു ഒന്നാമനായിരുന്നു ആലോചിക്കണം. അങ്ങനെ സന്തോഷത്തോടെ ആ ചെറിയ കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു ദുരന്തം പോലെ മാത്യുവിൻ്റെ 13 പശുക്കളും ചത്തു വീഴുന്നത് കണ്ടു എന്നാലോചിക്കണം. കേരളം അത് കണ്ടു, കണ്ണീരാഴ്ത്തി, ഞെട്ടിത്തിരിച്ചു പോയി. ആ ചെറുപ്പക്കാരൻ്റെ കഥ കേട്ടപ്പോൾ അവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു പലരും. ആ ഒഴുകി എത്തിയവരിൽ മുൻപതിൽ നിന്നത് ജയറാമായിരുന്നു. ജയറാം കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഓടി വന്നത്. ആ വേദന എനിക്കറിയാം. 23 പശുക്കൾ ചത്തു വീഴുന്നത് എന്തു ചെയ്യണമെന്നറിയാതെ അതെല്ലാം അതിനെ കുഴിച്ചിടുമ്പോഴൊക്കെ നെഞ്ച് പിടയുകയായിരുന്നു. ആ വേദന മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ചെറുപ്പക്കാരനെ കാണാൻ ജയറാം ഓടിയെത്തിയത്. വെറുതെ ഓടിയെത്തുക മാത്രമല്ല,
താൻ 5 ലക്ഷം രൂപ സമ്മാനിക്കുകയും പശുക്കളെ വാങ്ങാൻ സഹായിക്കാമെന്ന് പറയും. പിന്നീട് വരുന്നു മമ്മൂട്ടി വരുന്നു, പൃഥ്വിരാജ് വരുന്നു, മന്ത്രി ചിഞ്ചറാണി വരുന്നു. എന്തിനേറെ വ്യവസായ പ്രമുഖനായ യൂസഫ് അലി പോലും സഹായ ഹസ്തങ്ങളുമായി എത്തിയപ്പോൾ കണ്ണീർ ഉണങ്ങും മുമ്പേ മാത്യുവിൻ്റെ ചുണ്ടിൽ ദുഃഖമുണ്ടെങ്കിലും പുഞ്ചിരി വിടർന്നു. ജീവിതം സേഫായി എന്നുള്ളതാണ്. ജീവിതം സേഫായും തോന്നിയപ്പോഴും തൻ്റെ ഫാം ഹൗസ് നിലനിർത്തണം, തനിക്ക് പശുക്കൾ ഇനിയും വേണമെന്നുള്ള ചിന്താഗതിയിലാണ് നിൽക്കുന്നത്. അപ്പം അന്ന് ജയറാം ഒരു ഉപദേശം കൊടുത്തിരുന്നു, എപ്പോഴെങ്കിലും പശുക്കളെ വാങ്ങണമെന്ന് തോന്നിയാൽ എൻ്റെ കൂടെ വരൂ, ഞാൻ കൊണ്ടുപോകാം കൃഷ്ണഗിരിയിലേക്ക്. കൃഷ്ണഗിരി എനിക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ്. ഞാൻ അവിടെ നിന്നാണ് പ്രിയപ്പെട്ട പശുക്കളെ വാങ്ങിയത്. വ്യത്യസ്ത തരത്തിലുള്ള പശുക്കൾ, ആയുർവേദ മൂല്യമുള്ള പാല് കിട്ടുന്ന തരത്തിലുള്ള പശുക്കൾ, വില കുറവുള്ള പശുക്കൾ, അങ്ങനെ ലക്ഷങ്ങൾ മതിക്കുന്ന പശുക്കൾക്ക് അത്രയും കൊടുക്കാതെ തന്നെ അത് ലഭിക്കാനുള്ള സംവിധാനവും ഉണ്ട് എന്ന് അറിഞ്ഞ് ഈ മാത്യുവിനെയും സഹോദരനെയും ജയറാം കൃഷ്ണഗിരിയിലേക്ക് ക്ഷണിക്കുകയാണെന്ന് ആലോചിക്കണം. അവർക്കും സന്തോഷമായി. ഒരു ഉപകാരം ചെയ്യാൻ, ഒരു നല്ല ഒരു പെരുമാറ്റം കൊടുക്കാൻ, ഒരു നന്മ ചെയ്യാൻ ജയറാമിന് കിട്ടിയ അവസരമായിരുന്നു അത്. അത് എപ്പോൾ വേണം എന്ന് പറയൂ, അപ്പോൾ വിളിക്കാം എന്ന കാര്യത്തിൽ പിരിയാണെന്നായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ജയറാമിനെ ഞെട്ടിച്ചുകൊണ്ട് ഈ മാത്യുവും സഹോദരനും എറണാകുളത്ത് വന്നു എന്നാലേക്ക് ഒരു ഫംഗ്ഷന്, ജയറാമിൻ്റെ ഒരു ഫംഗ്ഷന് വന്നു. ഇന്ന് ആ ദിവസം തന്നെ ജയറാമിൻ്റെ പുതിയ സിനിമയുടെ ഓസ്ലയുടെ ഒരു ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന ആലോചിക്കണം. അവിടെ ഈ ജയറാമിനെ ഞെട്ടിച്ചു വന്ന കുട്ടികളെ ഇരു ഭാഗത്തും ചേർത്ത് നിർത്തിക്കൊണ്ട് സന്തോഷാശ്രുക്കൾ പൊരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നു, നമുക്കിനി കൃഷ്ണഗിരിയിലേക്ക് പോകാമല്ലേ. അവർ തലയാട്ടി, അതെ, കൃഷ്ണഗിരിയിലേക്ക് നമ്മൾ ഒരുമിച്ച് പോകുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 15 പശുക്കളെ വാങ്ങാം, എനിക്കും കുറേ പശുക്കളെ വാങ്ങണം. അങ്ങനെ നമുക്ക് ഇവിടെ ഒരു നല്ല വിപ്ലവം തന്നെ, നല്ല പശുക്കളെ കൊണ്ടുള്ള വിപ്ലവം തന്നെ നമുക്ക് നടത്താമെന്നാണ് ജയറാം ആ കുട്ടികളോട് പറഞ്ഞത്. അത് പറഞ്ഞു, ഇത് വെറും വാക്കല്ല. ചിലരൊക്കെ എന്നെക്കുറിച്ച്, അതായത് ജയറാമിനെക്കുറിച്ച് പറയും വാക്ക് പാലിക്കില്ല എന്നാണ് പറയാറ് പതിവ്. വാക്ക് പാലിക്കാൻ പറ്റാത്ത ലൊക്കേഷനിലായിരിക്കാം, ഒരേ സമയത്ത് തന്നെ 1-2 ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില സിനിമകൾക്ക് ഡേറ്റ് കൊടുക്കേണ്ടി വരുമ്പോൾ ഇച്ചിരി വൈകാറുണ്ട്. അത് തൻ്റെ കുറ്റം കൊണ്ട് മാത്രമല്ല, അവിടെയൊക്കെ ചിലപ്പോൾ വാക്ക് പാലിക്കാൻ കഴിയാറില്ല. അല്ലാണ്ട് വാക്കുകൾ പറഞ്ഞാൽ പാലിക്കാൻ മാക്സിമം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വാക്ക് പൂർണ്ണമായും പാലിക്കുമെന്നാണ് ജയറാം ആ മാത്യുവിനോടും അവിടെ കൂടിയിരുന്ന ആൾക്കാരോടും പറഞ്ഞത്. ഇപ്പോൾ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. ആ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ എണ്ണിയുമ്പോൾ ഇനി കൃഷ്ണഗിരിയിലേക്ക് ഇവർ പോകുന്ന ദിവസം എന്നാണ് പലരും ചോദിക്കുന്നത്. അതിന് ഉത്തരം ജയറാമിന് പറയാനുള്ളത്, ഞാൻ ഇപ്പോഴേ റെഡി. മാത്യുവും സഹോദരനും എപ്പോൾ ഓക്കെ പറയുന്നു അപ്പോൾ ഞങ്ങൾ കൃഷ്ണഗിരിയിലേക്ക് പോകും. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഗ്രഹമുള്ള പശുക്കളുമായി തിരിച്ചു വരും. അങ്ങനെ വീണ്ടും ഇവിടെ നല്ല ഫാം ഹൗസുകൾ ഉണ്ടാക്കിക്കൊണ്ടൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഒപ്പം മാത്യു പഠിച്ച് മിടുക്കനാവുന്നു, ഡോക്ടറാവുന്നു, മൃഗസ്നേഹിയാവുന്നു. ഒരേ സമയം മനുഷ്യസ്നേഹിയും മൃഗസ്നേഹിയുമായി ഈ മാത്യു ഈ സമൂഹത്തിലുണ്ടായിരിക്കും. അപ്പോഴൊക്കെ മാത്യു ജയറാമിനെ കുറിച്ച് ഓർക്കും എന്ന കാര്യം സംശയമില്ല. ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലെയും ഒരു ആഗ്രഹം, പ്രാർത്ഥന ഇതാണ്. ജയറാമിൻ്റെ ഒരു പടം, ഒരു നല്ല പടമാണ് ഇറങ്ങാൻ പോകുന്നത്, ഓസ്ലർ. ആ സിനിമ വിജയിക്കണേ എന്നാണ് മാത്യു അടക്കമുള്ള അവരുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന.